നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇന്ന് സർക്കാരിനെ ഏറ്റവും കൂടുതൽ പ്രതിസന്ധിയിലാക്കുന്നത് ക്ഷേമ പെൻഷൻ വിതരണമാണ്. കൃത്യമായി അത് കൊടുക്കാൻ സാധിക്കാത്തതിനാൽ തന്നെ വലിയ രീതിയിലുള്ള വിമർശനമാണ് ജനങ്ങളുടെ ഭാഗത്തു നിന്നും സർക്കാരിനെതിരെ ഉയരുന്നത്. കാരണം മറ്റുള്ള ധൂർത്തുകൾക്കും മന്ത്രിമാരുടെ മറ്റു ചെലവുകൾക്കും വിദേശയാത്രയ്ക്കായിട്ട് ഖജനാവിൽ നിന്ന് പണം ചിലവഴിക്കുമ്പോൾ ഇവിടെ സാധാരണക്കാരായിട്ടുള്ള അതും വയോധികരായിട്ടുള്ള ആളുകൾക്ക് കൊടുത്തു തീർക്കാനുള്ള ക്ഷേമ പെൻഷൻ ഇപ്പോഴും കൊടുക്കുന്നില്ല. കൃത്യമായി അത് ആളുകളിലേക്ക് എത്തുന്നില്ല എന്നുള്ളതാണ്. ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് തോൽവിയുടെ പ്രധാന കാരണം ക്ഷേമ പെൻഷൻ വിതരണത്തിലുണ്ടായ പാളിച്ചയാണെന്ന് എല്ലാ ഭാഗത്തു നിന്നും പാർട്ടിക്ക് വിമർശനം ഉയർന്നിരുന്നു. ഏതായാലും ഇപ്പോൾ കോടതി കൊടുത്തു തീർക്കാനുള്ള ക്ഷേമ പെൻഷൻ കുറച്ചെങ്കിലും വിതരണം ചെയ്യുന്ന കാര്യം പരിഗണിച്ചുകൂടെ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പലപ്പോഴും ഹൈക്കോടതി ഈ കാര്യത്തിൽ തീരുമാനം അറിയിക്കുകയും അതുപോലെ തന്നെ കർശനമായ നിലപാട് സർക്കാരിനെതിരെ എടുക്കുകയും ചെയ്തിട്ടുണ്ട്. ക്ഷേമ പെൻഷൻ കിട്ടാത്തതുമായി ബന്ധപ്പെട്ട് ഇടുക്കി സ്വദേശി മറിയക്കുട്ടി ഉൾപ്പെടെയുള്ളവരുടെ ഹർജി പരിഗണിക്കുന്നതിനിടെയാണ് ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് എ മുഷ്താഖ് മുഹമ്മദ്, ജസ്റ്റിസ് എസ് മനു എന്നിവരുടെ ബെഞ്ച് സർക്കാരിനോട് ഇക്കാര്യം ആരാഞ്ഞത്. പെൻഷൻ നൽകുന്നതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ വിഹിതവും സെസ് വഴി ലഭിക്കുന്ന തുക ഉൾപ്പെടെ സർക്കാർ പെൻഷൻ നൽകുന്ന തുകയും അറിയിക്കാൻ കഴിഞ്ഞ തവണ കേസ് പരിഗണിച്ചപ്പോൾ കോടതി നിർദ്ദേശിച്ചിരുന്നു. ഇക്കാര്യത്തിൽ വിശദാംശങ്ങൾ നൽകാനും കോടതി നിർദ്ദേശിച്ചു. കേന്ദ്ര വിഹിതവും സെസ് വിഹിതവും ലഭിച്ചിട്ടും പെൻഷൻ നൽകുന്നില്ല എന്ന് മറിയക്കുട്ടിയുടെ അഭിഭാഷക ചൂണ്ടിക്കാട്ടി. ഈ സമയത്താണ് കുറച്ചെങ്കിലും പെൻഷൻ നൽകിക്കൂടെ എന്ന് കോടതി ആരാഞ്ഞത്. കേസ് ഈ മാസം 30-ന് വീണ്ടും പരിഗണിക്കും. കുടിശ്ശികയായ ആനുകൂല്യങ്ങൾ സംബന്ധിച്ച് പ്രമേയ വിശദീകരണം നൽകിയിട്ടുണ്ട്. സാമൂഹ്യക്ഷേമ പെൻഷനുകൾ സംബന്ധിച്ച് വിശദമായ വിശദീകരണമാണ് സർക്കാർ നടത്തിയത്. പെൻഷൻ നൽകുന്നതിൽ കേന്ദ്ര സർക്കാർ വിഹിതം നാമമാത്രമാണെന്ന് ചൂണ്ടിക്കാണിച്ച പ്രമേയം പെൻഷൻ വിഹിതത്തിലെ സിംഹഭാഗവും സംസ്ഥാന സർക്കാരാണ് വഹിക്കുന്നതെന്ന് വ്യക്തമാക്കുന്നു. സാമൂഹ്യക്ഷേമ പെൻഷനുകളുടെ വിഹിതത്തിലെ സിംഹഭാഗവും സംസ്ഥാന സർക്കാരാണ് വിതരണം ചെയ്യുന്നത്. നാമമാത്രമായ കേന്ദ്ര പെൻഷൻ വിഹിതം ലഭിക്കുന്നത് ദേശീയ വാർദ്ധക്യകാല പെൻഷൻ, ദേശീയ വിധവാ പെൻഷൻ, ദേശീയ വികലാംഗ പെൻഷൻ എന്നീ 3 പദ്ധതികൾക്കാണ്. ശരാശരി 6.8 ലക്ഷം പേർക്ക് മാത്രമാണ് കേന്ദ്ര ആനുകൂല്യം ലഭിക്കുന്നത്. ഇതാകട്ടെ ശരാശരി 300 രൂപ മാത്രമാണ്. ക്ഷേമ പെൻഷൻ ഇനിയും വർദ്ധിപ്പിക്കുന്നതിനാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്നും പെൻഷൻ കുടിശ്ശിക കൊടുത്തു തീർക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ പറഞ്ഞു. പണഞ്ഞെരുക്കം കാരണമുണ്ടായ സാമൂഹ്യക്ഷേമ പെൻഷൻ കുടിശ്ശിക ഗുണഭോക്താക്കൾക്ക് 2024-25 സാമ്പത്തിക വർഷത്തിൽ 2 ഗഡുക്കളും 2025-26 3 ഗഡുക്കളും വിതരണം ചെയ്യാൻ ഉദ്ദേശിക്കുന്നുവെന്നും മുഖ്യമന്ത്രി നിയമസഭയെ അറിയിച്ചു. ചട്ടം 300 പ്രകാരം നിയമസഭയിൽ അവതരിപ്പിച്ച പ്രമേയത്തിലായിരുന്നു മുഖ്യമന്ത്രി ഇക്കാര്യം അറിയിച്ചത്. നിലവിൽ സാമൂഹ്യക്ഷേമ പെൻഷനുകളുടെ 5 ഗഡുക്കൾ കുടിശ്ശികയാണ്. സാമൂഹ്യക്ഷേമ പെൻഷൻ കുടിശ്ശിക തീർത്തു നൽകണമെന്ന കാര്യത്തിൽ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. നിലവിൽ ഈ ഇനത്തിൽ 4,250 കോടി രൂപയാണ് കുടിശ്ശികയുള്ളത്. 2024-25 സാമ്പത്തിക വർഷത്തിൽ കുടിശ്ശികയുടെ ഭാഗമായി 1,700 കോടി രൂപ വിതരണം ചെയ്യുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്.